ഹലോ, ഞാനിന്നൊരു ഹെൽത്തി ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. കുട്ടികളൊക്കെ വൈകുന്നേരം വരുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 5 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. കസ്റ്റാർഡ് പൗഡർ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ഒരു പാത്രത്തിലോട്ട് 2 പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഏകദേശം 1 ലിറ്ററോളം വരും. എന്നിട്ട് സ്റ്റൗ ഓൺ ആക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ പഞ്ചസാര മാത്രമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടി പിടിക്കാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡും പാലും ഉണ്ടല്ലോ, ആ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തത് കുറുകി വരണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളത് അത് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉറുമാമ്പഴം, പിന്നെ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചുണ്ടായിരുന്നു, പിന്നെ അതാണ് കേട്ടോ ചേർക്കുന്നത്. കുറച്ച് ചെറീസ് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാദം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സാണ് ഉള്ളത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈത്തപ്പഴമൊക്കെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം കേട്ടോ. ഇനി വേണം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാൻ. തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഞാനിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കാം കേട്ടോ, ഫ്രീസറിൽ വെക്കണ്ട. അപ്പോൾ തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.